ഫ്യൂച്ചറിൽ ചിലപ്പം നിങ്ങളുടെ പ്രൊഫൈൽ കണ്ടിട്ട് വരെ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് ഒരു കമ്പനിയിൽ നിന്ന് ഓഫർ ലെറ്റർ വരെയൊക്കെ വന്നേക്കാം. എങ്ങനെ ഒരു ജോലി സെർച്ച് ചെയ്യാം, എങ്ങനെ ഈ സെർച്ച് ചെയ്ത ജോലിക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആ മെയിലിൽ പോയിട്ട് ആ വെരിഫിക്കേഷൻ കോഡ് എടുത്ത് ഇവിടെ നിങ്ങൾ പേസ്റ്റ് ചെയ്യണം. ഹബീബി, കം ടു മൈ ചാനൽ. സോ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു ലിങ്ക്ഡിനിൽ എങ്ങനെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാമെന്നും ഈ പ്രൊഫൈൽ ഉണ്ടാക്കിയതിന് ശേഷം അതിലെങ്ങനെ നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്യാമെന്നും അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷൻ ഏതാണോ അതിൽ എങ്ങനെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് എങ്ങനെ നിങ്ങൾക്ക് ജോബ് വേക്കൻസീസ് ഫൈൻഡ് ചെയ്യാമെന്നും അതിനുശേഷം അതിലെങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, ഒരു പോഡ്കാസ്റ്റ് ആയിരുന്നു, അതായത് UAE എങ്ങനെ ഒരു നേഴ്സിന് വന്ന് ജോലി കണ്ടെത്താമെന്ന്. അപ്പോൾ എനിക്ക് ആ വീഡിയോയ്ക്ക് അടിയിൽ കുറേ കമൻറ്റ് വന്നിരുന്നു, ലിങ്ക്ഡിനിൽ എങ്ങനെ പ്രൊഫൈൽ ഉണ്ടാക്കാം, ലിങ്ക്ഡിനിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഇന്ന് ലിങ്ക്ഡിനെ കുറിച്ചും ലിങ്ക്ഡിനിൽ ഒരു ജോലി അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറയാമെന്ന്. ഇപ്പോൾ നിങ്ങൾ മൊബൈൽ വഴിയാണ് നിങ്ങൾ ലിങ്ക്ഡിനിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക്ഡിൻ്റെ മൊബൈൽ ആപ്പ് ഉണ്ട്. അതല്ല ഇനി നിങ്ങൾക്കൊരു ലാപ്ടോപ്പാണ്, നിങ്ങളൊരു ലാപ്ടോപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾ വെബ്സൈറ്റിൽ പോവുക, വെബ്സൈറ്റിൽ പോയിട്ട് ലിങ്ക്ഡിൻ്റെ സൈറ്റിൽ കയറിയിട്ട് വേണം നിങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഡെസ്ക്ടോപ്പാണ്, ലാപ്പാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ലാപ്പ് വെച്ചിട്ട് ഞാൻ കാണിക്കാം. മൊബൈൽ യൂസ് ചെയ്യുന്നവർക്ക് മറക്കണ്ട, മൊബൈൽ ആപ്പ് ഉണ്ട്, ലിങ്ക്ഡിൻ്റെ ആപ്പ് ഉണ്ട്. ഫസ്റ്റ് ഞാൻ ആദ്യം ചെയ്യുന്നത് നേരെ ഗൂഗിൾ ക്രോമിൽ പോകുന്നു. ഗൂഗിൾ ക്രോമിൽ പോയിട്ട് ലിങ്ക്ഡിൻ എന്ന് സെർച്ച് ചെയ്യുന്നു. ലിങ്ക്ഡിൻ സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ ലിങ്ക്ഡിൻ ലോഗിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ ആ ഒരു അടുത്തൊരു പേജിലോട്ട് വരും. ആ പേജിൽ ലിങ്ക്ഡിൻ ലോഗിൻ ഓർ ലിങ്ക്ഡിൻ സൈൻ ഇൻ കാണിക്കും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഓൾറെഡി എൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ട്. അതിൽ ഞാൻ ഒരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ ജോയിൻ നൗ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഈ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു വിൻഡോ ഇവിടെ തെളിഞ്ഞു വരും. ഈ വിൻഡോയ്ക്ക് അതിൽ നിങ്ങളുടെ മെയിൽ ID നിങ്ങളൊരു പാസ്വേഡും പ്രൊവൈഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ പിന്നെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ നിങ്ങൾക്ക് ആക്റ്റീവായി കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് ഞാനിവിടെ ഒരു മെയിൽ ID കൊടുത്തു, പ്ലസ് ഒരു പാസ്വേഡ് റാൻഡംലി കൊടുക്കുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഇമെയിൽ ID-യും പാസ്വേഡും കൊടുത്ത് ഞാൻ ലോഗിൻ ചെയ്ത് കയറിയപ്പോൾ നമുക്ക് ലൊക്കേഷൻ ചോദിക്കും. ഇപ്പോൾ ഞാൻ ദുബായിലായതുകൊണ്ടാണ് ഇതിൽ ദുബായ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ നാട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം കേരളം, കൊച്ചി, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലം നിങ്ങൾക്ക് ലൊക്കേഷൻ ഏതാണോ ആ ലൊക്കേഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നു. ഇനി അടുത്ത് ഈ നമ്മൾ ലൊക്കേഷൻ കൊടുത്തു കഴിയുമ്പം അടുത്ത ഓപ്പൺ ആയിട്ട് വരുന്ന വിൻഡോ ആണ് നിങ്ങളുടെ പ്രൊഫൈൽ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ ജോബ് എന്താണെന്നുള്ളത് നിങ്ങളിവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കണം. ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും. ഇപ്പോൾ ഞാൻ കണ്ടന്റ് എന്ന് പറയുമ്പോഴത്തെ കണ്ടന്റ് മാനേജർ, കണ്ടന്റ് സ്പെഷ്യലിസ്റ്റ്, സോഷ്യൽ മീഡിയ മാനേജർ, അങ്ങനെ ഓരോ വരും. അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ മാനേജർ എന്നുള്ള എൻ്റെ ആ ഒരു പ്രൊഫൈൽ ഞാൻ ഇതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. എംപ്ലോയ്മെൻറ്റ് ടൈപ്പ്, നെക്സ്റ്റ് താഴെ കാണുന്നത് എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ഫുൾ ടൈം ആണോ, പാർട്ട് ടൈം ആണോ, അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് ആണോ, ഫ്രീലാൻസർ ആണോ, കോൺട്രാക്റ്റ് ആണോ, ഇൻറ്റേൺഷിപ്പ് ആണോ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ ഞാൻ ഫുൾ ടൈം എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കുന്നത്. ഫുൾ ടൈം കൊടുത്തു. ഇതിൽ മോസ്റ്റ് റീസെൻറ്റ് കമ്പനി എന്നുണ്ട്. അപ്പോൾ അതിൽ ഞാനിപ്പം കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഒരു പേരങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഞാൻ ഒരു കമ്പനിയുടെ പേര് കൊടുത്തു, ദെൻ കണ്ടിന്യൂ അടിക്കുന്നു. ഇത് കഴിയുമ്പോൾ ഒരു വെരിഫിക്കേഷൻ, ഒരു OTP കോഡ് നിങ്ങൾ കൊടുത്തിട്ടുള്ള, നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുള്ള നിങ്ങളുടെ മെയിൽ ID-യിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ ആ മെയിലിൽ പോയിട്ട് ആ വെരിഫിക്കേഷൻ കോഡ് എടുത്ത് ഇവിടെ നിങ്ങൾ പേസ്റ്റ് ചെയ്യണം. പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഒരു ഓപ്ഷൻ വരും. ആർ യു ലുക്കിംഗ് ഫോർ എ ജോബ്? യെസ്, ഐ എം ആക്റ്റീവ്ലി ലുക്കിംഗ് ഫോർ ദ ന്യൂ ജോബ്. നോട്ട് റിയലി ബട്ട് വുഡ് കൺസിഡർ ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റി. നോ, ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ എനി ജോബ് ഓപ്പർച്യൂണിറ്റി. ഇങ്ങനെ 3 ഓപ്ഷൻസ് വരും. ഞാൻ കൊടുക്കുന്നു യെസ്, ഐ ആം ആക്റ്റീവ്ലി ലുക്കിംഗ് ഫോർ എ ന്യൂ ജോബ്. ആ ഒരു ഓപ്ഷൻ കൊടുക്കുക. ദെൻ അഗെയിൻ നെക്സ്റ്റ്. അതിൽ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ജോബ് ടൈറ്റിൽ, അതായത് വാട്ട് കൈൻഡ് ഓഫ് ജോബ് ആർ യു ലുക്കിംഗ് ഫോർ, നിങ്ങൾ ഏത് രീതിയിലുള്ള ജോലിയാണ് നിങ്ങൾ നോക്കുന്നത് എന്നുള്ള ഓപ്ഷൻ വരും. അപ്പോൾ അവിടെ കൊടുക്കുക. ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് സോഷ്യൽ മീഡിയ മാനേജർ എന്നുള്ള അഗെയിൻ സെയിം സാധനം തന്നെ സോഷ്യൽ മീഡിയ മാനേജർ കൊടുക്കുന്നു. നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് എത്ര ടൈപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ. എനിക്കറിയില്ല നിങ്ങളുടെ പ്രൊഫഷൻ. ഇപ്പം ലൈക്ക് ഒരു അക്കൗണ്ടൻ്റ് ആണെങ്കിൽ സീനിയർ അക്കൗണ്ടൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ ജൂനിയർ അക്കൗണ്ടൻറ്റ്. അത് നിങ്ങളുടെ പ്രൊഫഷനെ പോലെ ഇരിക്കും. അതിനനുസരിച്ച് നിങ്ങൾ ഇവിടെ ജോബ് ടൈറ്റിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ജോബ് ലൊക്കേഷൻ, നിങ്ങൾക്ക് ഏത് സ്ഥലത്താണോ നിങ്ങളുടെ ജോലി എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസ്, ഏത് സ്ഥലത്തെ ജോലി ഓപ്പർച്യൂണിറ്റീസ് ആണോ നിങ്ങൾക്ക് അറിയേണ്ടത് ആ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ അയച്ചു കൊടുക്കും. ഇപ്പം ഞാനിപ്പം ദുബായിയാണ്, പിന്നെ ദുബായിയാണ് ഞാൻ കൊടുക്കുന്നത്, ദുബായ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ വരും ദുബായ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് കൊടുത്തു.
അടുത്ത ഒരു നമ്മളൊന്ന് ലൈക്ക് എന്താ പറയുക, അതിൻ്റെ ഒന്ന് വേരിയേഷൻ നെക്സ്റ്റ് അടിച്ചാണെങ്കിൽ ഇതെല്ലാം നെക്സ്റ്റ് അടിച്ച് പോകുക. അത്ര തന്നെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ കണക്ട് വിത്ത് പീപ്പിൾ ലെറ്റ്സ് സീ അപ്ഡേറ്റ് എന്നൊരു ഇത് വരുന്നുണ്ട്. അതായത് നിങ്ങൾ കൊടുത്തിട്ടുള്ള നിങ്ങളുടെ ഒരു പ്രൊഫൈലിൽ, ലൈക്ക് ഞാൻ കൊടുത്തത് സോഷ്യൽ മീഡിയ മാനേജർ എന്നുള്ള ഒരു ജോബ് പൊസിഷനാണ്. അപ്പോൾ ആ പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ലിങ്ക്ഡിനിലുള്ള ആളുകളുടെ ഒരു ലിസ്റ്റ് ഓഫ് പ്രൊഫൈൽസ് നിങ്ങൾക്ക് വരും. അപ്പോൾ ഈ ലിസ്റ്റ് ഓഫ് പ്രൊഫൈൽസ് നിങ്ങൾക്ക് അവരുമായിട്ട് കണക്ട് ചെയ്യാം. മേ ബി നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അവരോട് ചോദിക്കാം എന്താണ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവരോട് ഈ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിനകത്തിൽ ഞാൻ ആരെയും കണക്ട് ചെയ്യുന്നില്ല, ഞാൻ അത് സ്കിപ്പ് ഫോർ നൗ എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നു. സോ ഈ കാണുന്നതാണ് എൻ്റെ ഒരു ലിങ്ക്ഡിൻ പേജ്. പക്ഷേ ഈ പേജിനകത്തിൽ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ ഇതിനകത്തിൽ ആഡ് ചെയ്യണം. ഫസ്റ്റ് നമ്മളൊരു നല്ലൊരു പ്രൊഫൈൽ ഫോട്ടോ ആഡ് ചെയ്യണം, കവർ ഫോട്ടോ ആഡ് ചെയ്യണം, പിന്നെ കുറച്ച് നമ്മുടെ വേറെ ബോർഡ്സ്, അങ്ങനെ കുറേ ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം. അപ്പം ഞാൻ ആ 1 ബൈ സ്റ്റെപ്പ് ആഡ് ചെയ്യാൻ ഓരോന്നിലോട്ട് പോകാം. ഫസ്റ്റ് നമുക്ക് പ്രൊഫൈൽ ഫോട്ടോ ആഡ് ചെയ്യാം. ലിങ്കിൻ്റെ ഇവിടെ മീ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ കാണുന്നുണ്ടോ? ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ വ്യൂ പ്രൊഫൈൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഞാൻ അവിടെ വ്യൂ പ്രൊഫൈൽ എന്നുള്ള പ്രൊഫൈൽ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ കവർ ഫോട്ടോയുടെയും പ്രൊഫൈൽ പിക്ചറിൻ്റെയും ഉണ്ട്. ഇവിടെ ഇതാണ് പ്രൊഫൈൽ പിക്ചർ, ഈ കാണുന്നതാണ് പ്രൊഫൈൽ പിക്ചർ. അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ ഞാനിവിടെ വെറുതെ ഒരു പ്രൊഫൈൽ പിക്ചറായിട്ട് ആഡ് ചെയ്യാൻ പോവുകയാണ്. എപ്പോഴും നമ്മൾ ഒരു പ്രൊഫൈൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ കാര്യം നമ്മുടെ ഈ പ്രൊഫൈലുകൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി HR-മാർ, അല്ലെന്നുണ്ടെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനിയുടെ CEO-മാർ, അല്ലെ അതുപോലുള്ള ആൾക്കാരുമായിട്ടായിരിക്കും നമ്മൾ ഈ ലിങ്ക്ഡിൻ പോലുള്ള പ്ലാറ്റ്ഫോമിൽ നമ്മൾ കൂടുതലും നമ്മൾ ഇൻട്രാക്ട് ചെയ്യും. അപ്പോൾ എപ്പോഴും നമ്മളൊരു പ്രൊഫഷണൽ വേയിൽ തന്നെ നമ്മളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ കീപ്പ് ചെയ്യണം. അതിനായിട്ട് നമ്മളൊരു പ്രൊഫഷണൽ ഫോട്ടോ തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ഫോട്ടോ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. പ്രൊഫൈൽ ഫോട്ടോ അപ്ലോഡ് ഓപ്ഷൻ എടുക്കുന്നു. ഈ ഓപ്ഷനിൽ നമുക്ക് പാത്ത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തിൽ ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്തു, അത് ഓപ്പൺ ചെയ്തു. ആ ഓപ്പൺ വരുമ്പം ഇതിനകത്ത് നമുക്ക് ഇവിടെ സൂം ചെയ്യാൻ പറ്റും, ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്ത് വെക്കാം. ഇത് ഓൾറെഡി പിന്നെ ഫിൽറ്റേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിൽറ്റേഴ്സ് ഇടാൻ പറ്റും. അതുപോലെ തന്നെ ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ കൊണ്ട് പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പ്രൊഫൈലിൽ നമ്മളിത് അലൈൻ ചെയ്ത് വെച്ചു. ദെൻ സേവ് ഫോട്ടോ. അപ്പോൾ ഇവിടെ എൻ്റെ പ്രൊഫൈൽ പിക്ചർ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി എനിക്കൊരു കവർ ഫോട്ടോ ആഡ് ചെയ്യണം. അത് നമ്മുടെ ഏതെങ്കിലും ഒരു ഫോട്ടോ തന്നെ ആഡ് ചെയ്താൽ മതി. അത് നിങ്ങളുടെ പോലെ നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ടൊരു കവർ ഫോട്ടോ ചെയ്യാനെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ പ്രൊഫൈൽ ഫോട്ടോ അപ്ലോഡ് ചെയ്തു. ദെൻ ഞാൻ എൻ്റെ കവർ ഫോട്ടോയും അപ്ഡേറ്റ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും നമ്മുടെ വർക്ക് എക്സ്പീരിയൻസും അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നത്. നമുക്കിവിടെ ഒരു ഈ പ്രൊഫൈലിൻ്റെ ഈ കാണുന്നില്ല, ഇത് എഡിറ്റ് ഓപ്ഷനാണ്. ഈ ഓപ്ഷനിൽ നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ പേരുകൾ കൊടുക്കുന്നു. എന്തെങ്കിലും അഡീഷണൽ നെയിം ഉണ്ടെങ്കിൽ കൊടുക്കാം, നമ്മുടെ പ്രൊഫൈൽ കൊടുക്കാം, പ്രൈമറി പൊസിഷൻ കൊടുക്കാം. ദെൻ ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നിങ്ങൾ പൊസിഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൊടുക്കാം, ഇൻഡസ്ട്രി കൊടുക്കാം. ഇപ്പം ഞാനിപ്പം ലൈക്ക് ഒരു റിയൽ എസ്റ്റേറ്റ് കൊടുത്തേക്ക് നിങ്ങൾക്ക് അത് കൊടുക്കാം. പ്ലസ് ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, എഡ്യൂക്കേഷൻ എന്നുള്ളത്. ഇവിടെ ആഡ് ന്യൂ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷനിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷൻസ് ലൈക്ക് ഇതിൽ സ്കൂളുണ്ട്, ഡിഗ്രി ഉണ്ട്, പ്ലസ് ഫീൽഡ് ഓഫ് സ്റ്റഡി ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് പിന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്, എൻഡ് ഡേറ്റ്, അങ്ങനെ ഓരോന്നും ഗ്രേഡ് ഉണ്ട്. നിങ്ങൾക്ക് എത്ര ഗ്രേഡ് കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ ആക്ടിവിറ്റീസ് ആൻഡ് സൊസൈറ്റീസ്, നിങ്ങളുടെ എന്തെങ്കിലും ആക്ടിവിറ്റീസോ കാര്യങ്ങളോ അതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. അതേപോലെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പ്ലസ് ഇതിന് താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് സ്കില്ലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ സ്കില്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഈ പറയുന്നതിൻ്റെ ഒരു കമ്പനി നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി നോക്കുന്ന സമയത്ത് അത് നിങ്ങൾക്കൊരു യൂസ്ഫുൾ ആയിട്ട് മാറും. നിങ്ങൾക്ക് എക്സ്ട്രാ സ്കില്ലുകൾ ഉണ്ടെങ്കിൽ ആ സ്കില്ലുകൾ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. അതിനുശേഷം ആഡ് മീഡിയാസ് ഉണ്ട്. ഈ ആഡ് മീഡിയാസ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, കണ്ടന്റ് റൈറ്റേഴ്സ്, ഫോട്ടോഗ്രാഫേഴ്സ്, വീഡിയോഗ്രാഫേഴ്സ്, ഗ്രാഫിക് ഡിസൈനേഴ്സ്, മോഷൻ ഗ്രാഫിക് ഡിസൈനേഴ്സ്, അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യും. ഇതിനകത്ത് ഇവർക്ക് ഈ ആഡ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബിഹാൻസിൽ നിങ്ങളുടെ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിഹാൻസിൻ്റെ ലിങ്ക് ഇവിടെ പോസ്റ്റ് ചെയ്യാം. അതല്ല ഇനി നിങ്ങൾക്ക് യൂട്യൂബിലാണ് നിങ്ങളുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ
നിങ്ങൾ അപ്ലോഡ് ചെയ്യുക, അതായത് നിങ്ങളുടെ ചെയ്തിട്ടുള്ള വർക്കുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലിങ്കും ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ട് പേസ്റ്റ് വീഡിയോ ലിങ്ക് എന്നുള്ളത്. ആ പേസ്റ്റ് വീഡിയോ ലിങ്ക് കൊടുത്ത് നിങ്ങൾ ഇങ്ങനെ ആഡ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ജോലിക്ക് വേണ്ടി നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് നിങ്ങളുടെ CV ഫോർവേഡ് ചെയ്താൽ ആ കമ്പനിയുടെ HR ഡിപ്പാർട്ട്മെന്റ് നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ വന്ന് നോക്കും, നിങ്ങളുടെ ആക്ടിവിറ്റീസും നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം. ഇപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ലിങ്ക് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാര്യം അവർക്ക് ആ ഡയറക്റ്റ് ആ ലിങ്കിൽ കയറി നിങ്ങളുടെ വർക്കുകളും നിങ്ങൾ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ആക്ടിവിറ്റീസും എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പൊ നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഒരു ഫിസിക്കൽ ഇന്റർവ്യൂവിന് മുമ്പ് തന്നെ നിങ്ങളെ അവർക്ക് ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങളെ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ കാണിച്ച ഈ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം നിങ്ങളിവിടെ സേവ് ഓപ്ഷൻ ഉണ്ട്, സേവ് ചെയ്യുക. ഇപ്പം ഞാനിവിടെ ഒന്നും ചെയ്തിട്ടില്ല, കാര്യം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയത്. ഇത്രയും കാര്യമാണ് ഒരു ബേസിക് ആയിട്ടുള്ള ലിങ്ക്ഡിൻ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ചെയ്യേണ്ടത്. ഇനി ഈ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ആരൊക്കെയാണ് മെയിൻലി യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഞാനൊന്ന് പറയാം. അതായത് ഈ കോർപ്പറേറ്റ് കമ്പനികൾ, ഈവൻ എല്ലാ കമ്പനികളുടെയും HR ഡിപ്പാർട്ട്മെന്റുകളാണ് കൂടുതലും ഈ പറയുന്ന ലിങ്ക്ഡിൻ പ്രൊഫൈലുകൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മൾട്ടിനാഷണൽ കമ്പനികളുടെ CEO, MD ആ റേഞ്ചിലുള്ള ആ ലെവലിലുള്ള ആൾക്കാരും ഈ പറയുന്ന നമ്മളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ യൂസ് ചെയ്യും. ഈ ലിങ്ക്ഡിൻ പ്രൊഫൈലിനകത്തിൽ നിങ്ങൾ ചോദിക്കും, എന്താ പറയുക, ജോലി നോക്കാനും ജോലിയുടെ കാൻഡിഡേറ്റ്സിനെ കണ്ടെത്താനും മാത്രമാണോ ഈ ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്നതെന്ന്. ലൈക്ക് ഇൻഡീഡ് പോലോ അല്ലെങ്കിൽ നൗകരി ഗൾഫ് പോലോ ശരിക്കും ജോബ് സെർച്ച് ചെയ്യാനും കാൻഡിഡേറ്റിനെ കണ്ടെത്താനും വേണ്ടി മാത്രമുള്ള ഒരു പോർട്ടലായിട്ടാണോ ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾ ചോദിച്ചാൽ ഒരിക്കലും അല്ല. ലിങ്ക്ഡിനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ ഫീഡ് ചെയ്യുന്ന പോലെ, നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്ന പോലെ എല്ലാം നിങ്ങൾക്ക് വീഡിയോയും ഓഡിയോയും അല്ലെങ്കിൽ നിങ്ങളുടെ ഇമേജുകളും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. പക്ഷെങ്കിൽ യൂഷ്വലി ആളുകൾ ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്നത് നമ്മളുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഫൈൽ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ലിങ്ക്ഡിൻ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ഇത് യൂസ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഒരു പ്രൊഫൈൽ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നിങ്ങളൊരു വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടിയാൽ അവിടെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഒരു മീഡിയ പേഴ്സൺ, ഇപ്പോൾ ലൈക്ക് ഒരു ഫോട്ടോഗ്രാഫർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെടുത്ത ഫോട്ടോസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതേപോലെ നിങ്ങളുടെ ഓഫീസ് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏത് രീതിയിലുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ലിങ്ക്ഡിനിലെ പോസ്റ്റ് ഓപ്ഷൻ വഴി നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് കിട്ടുന്ന ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ കുറച്ചുകൂടെ മെച്ചപ്പെടുകയാണ് ചെയ്യുന്നത്. ഫ്യൂച്ചറിൽ ചിലപ്പം നിങ്ങളുടെ പ്രൊഫൈൽ കണ്ടിട്ട് വരെ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് ഒരു കമ്പനിയിൽ നിന്ന് ഓഫർ ലെറ്റർ വരെയൊക്കെ വന്നേക്കാം. അപ്പോൾ ഇനി ഞാൻ ഇതിനകത്ത് ക്രിയേറ്റ് ഒരു പോസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് കാണിക്കാം. ആസ് യൂഷ്വൽ ഫേസ്ബുക്ക് ഒക്കെ പോലെ തന്നെയാണ്, എന്നാലും ഞാനതൊന്ന് കാണിക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ഈ ആക്ടിവിറ്റി എന്ന് പറയുന്നൊരു ഓപ്ഷനിനകത്തിൽ ക്രിയേറ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അവിടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, അവിടെ നിങ്ങൾക്കൊരു ടെക്സ്റ്റ് കൊടുക്കാം. നിങ്ങൾക്കിപ്പം അറ്റാച്ച് ചെയ്യാം. ഇവിടെ ആഡ് മീഡിയ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ നമുക്ക് അറ്റാച്ച് ചെയ്യാം. ഇപ്പം ലൈക്ക് ഞാൻ എൻ്റെ ഒരു CV, എൻ്റെ ഒരു ഫോട്ടോ ഞാൻ അപ്ഡേറ്റ് ചെയ്യുകയാണ്, ജസ്റ്റ് ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോ എടുത്തു, അറ്റാച്ച് ചെയ്തു, ഓപ്പൺ ചെയ്തു, ഇത് ഇവിടെ വന്നു, നെക്സ്റ്റ് കൊടുക്കുന്നു. ഇവിടെ എന്താണെന്നുള്ളത് നമുക്ക് എന്തെങ്കിലും നമ്മൾ തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ പോസ്റ്റ് ചെയ്യാം. യെസ്, ഈ പോസ്റ്റ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ലിങ്ക്ഡിനിൽ പോവുക. ഇവിടെ നമ്മുടെ വ്യൂ പ്രൊഫൈൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ പ്രൊഫൈലിൽ പോയി കഴിയുമ്പോൾ നമുക്കിവിടെ കാണാം, നമ്മുടെ പുതിയ പോസ്റ്റ് കാണാം. അത് പ്ലേ ചെയ്ത് കഴിയുമ്പോൾ ആ പോസ്റ്റ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ കണ്ടില്ലേ, അഖിൽ KS പോസ്റ്റ് ചെയ്തു. ഇതുപോലെ ഇത് സെയിം തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഒക്കെ പോലെ തന്നെ അതിൽ ലൈക്ക് ഓപ്ഷൻ ഉണ്ട്, കമന്റ് ഓപ്ഷൻ ഉണ്ട്, ഷെയർ ഓപ്ഷൻ ഉണ്ട്, സെൻഡ് ഓപ്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ സെയിം തന്നെ. ഇതിപ്പോൾ ഞാൻ ഒരു ഇമേജ് ആണ് ചെയ്തത്. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ വീഡിയോസോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വർക്കിന്റെ ലിങ്കോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന ലിങ്ക്ഡിൻ്റെ ഈ ഒരു പോസ്റ്റ് ഓപ്ഷൻ വഴി നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് പറയാൻ പോകുന്നത് എങ്ങനെ ഒരു ജോലി സെർച്ച് ചെയ്യാം, എങ്ങനെ ഈ സെർച്ച് ചെയ്ത ജോലിക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. അതിന് ഫസ്റ്റ് ഇവിടെ ഒരു 3-4 ഓപ്ഷൻസ് ഉണ്ട്. ഹോം, നെറ്റ്വർക്ക്, ജോബ്സ്, മെസ്സേജ്, നോട്ടിഫിക്കേഷൻസ്. ഇതിൽ ജോബ്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ പോവുക. ഈ ഓപ്ഷനിൽ പോയി കഴിയുമ്പോൾ ഇപ്പോൾ ഓൾറെഡി ഞാൻ സോഷ്യൽ മീഡിയ മാനേജർ എന്നുള്ളൊരു എൻ്റെ ഒരു പ്രൊഫൈൽ കൊടുത്തത് കൊണ്ട് എനിക്ക് ഒരുപാട് സജഷൻസ് വരുന്നുണ്ട് ഇവിടുത്തെ പോലെ. എന്നാലും ഞാൻ ഇവിടെ ടൈറ്റിൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ടൈറ്റിലിൽ
സോഷ്യൽ മീഡിയ മാനേജർ കൊടുത്തു. അതിനുശേഷം ലൊക്കേഷൻസ് ഉണ്ട്, അത് ലൊക്കേഷൻ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പം ദുബായ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് കൊടുത്തു. അത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കുറേ ലിസ്റ്റുകൾ വരും അല്ലേ. ഇതിപ്പം ഞാനൊരു സോഷ്യൽ മീഡിയ മാനേജർ എന്നുള്ളൊരു പോസ്റ്റ് കൊടുത്തോണ്ടാണ്. നിങ്ങളിപ്പം ഒരു നേഴ്സ് ആവാം, ഒരു അക്കൗണ്ടന്റ് ആകാം, ഒരു എഞ്ചിനീയർ ആവാം, നിങ്ങൾ ഡോക്ടർ ആവാം. അത് നിങ്ങളുടെ പ്രൊഫൈൽ ഏതാണോ, നിങ്ങളുടെ പ്രൊഫഷൻ ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള സജഷൻസ് ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം ഞാൻ ഇതിനകത്തിൽ ഒരെണ്ണത്തിനകത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം. ഇവന്റ് ആൻഡ് സോഷ്യൽ മീഡിയ മാനേജർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഞാൻ അതിൽ സെലക്ട് ചെയ്തു. ഇവിടെ അപ്ലൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ അപ്ലൈ ഓപ്ഷനിൽ പോകുമ്പോൾ ഇവിടെ ഞാൻ കണ്ടിന്യൂ പോകുമ്പോൾ ഇത് അവരുടെ സൈറ്റിലാണ് പോകുന്നത്. നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഒന്ന് ഡയറക്റ്റ് ലിങ്ക്ഡിൻ വഴി അപ്ലൈ ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ചില കമ്പനികൾക്ക് അവരുടെ സൈറ്റിൽ കയറിയിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. അത് നമ്മൾ അപ്ലൈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ വരും. ഇപ്പം ത്രൂ ലിങ്ക്ഡിൻ ആണെന്നുണ്ടെങ്കിൽ ലിങ്ക്ഡിൻ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്ത് അപ്ലൈ ചെയ്യുക. അതല്ല ത്രൂ ദെയർ സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അവരെ നേരെ നമ്മൾ അപ്ലൈ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അവർ ആ സൈറ്റിലോട്ട് തന്നെ നമ്മളെ കൊണ്ടുപോകും. ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാനൊക്കെ കൊണ്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, ഇമെയിൽ ഐ ഡി കൊടുക്കുന്നു, ഫോൺ നമ്പർ, മെസ്സേജ്, ഇവിടെ CV നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക, അപ്ലൈ ചെയ്തിട്ട് അപ്ലൈ ആവും. ഇതാണ് ഒരു കമ്പനിയുടെ വെബ്സൈറ്റ് വഴി നമ്മൾ ത്രൂ പോയി ചെയ്യുമ്പോൾ. ഇനി ഞാൻ ലിങ്ക്ഡിൻ ത്രൂ എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഈ ഒരു കമ്പനിയുടെ ഇത് നമുക്ക് ലിങ്ക്ഡിൻ ത്രൂ ആണ്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾ ഈ കാണുന്ന ഇതിൽ ലിങ്ക്ഡിൻ്റെ ലോഗോയും പ്ലസ് ഈസി അപ്ലൈ എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നതെല്ലാം, അങ്ങനെ കാണിക്കുന്ന നോട്ടിഫിക്കേഷൻ ഉള്ളതെല്ലാം ലിങ്ക്ഡിൻ വഴി തന്നെ അപ്ലൈ ചെയ്യുന്നതാണ്. ഡയറക്റ്റ് ലിങ്ക്ഡിൻ അപ്ലൈ ചെയ്യുന്നത് ഇവിടെ ഈസി അപ്ലൈ കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ മെയിൽ ID നമ്മൾ ചൂസ് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ സ്ഥലം നമ്മൾ ചൂസ് ചെയ്യുക. ദെൻ ഇവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ, നിങ്ങൾക്കൊരു ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഫോൺ നമ്പർ നിങ്ങൾ ഇവിടെ ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ ഫോൺ നമ്പർ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കമ്പനികൾക്കൊക്കെ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നെക്സ്റ്റ് ഓപ്ഷനിൽ പോവുക. ഇവിടെ നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്യാനെ കൊണ്ടുള്ള ഒരു ഓപ്ഷൻ വരും. ഇവിടെ ഈ ഓപ്ഷൻ വരുന്നു. ഞാനൊരു എൻ്റെ CV ഓപ്പൺ ചെയ്യുന്നു. നിങ്ങളുടെ CV അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, 2 MB താഴെ ആയിരിക്കണം നിങ്ങളുടെ CVയുടെ ഫയൽ സൈസ്. എങ്കിൽ മാത്രമേ ലിങ്ക്ഡിനിൽ നിങ്ങൾക്ക് CV അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ എൻ്റെ CV അപ്ലോഡ് ചെയ്തതിനു ശേഷം ഞാൻ നെക്സ്റ്റ് പോകുന്നു. നെക്സ്റ്റ് പോയതിനു ശേഷം ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമ്മൾ അതിനെല്ലാം ആൻസർ ചെയ്യണം. ഹൗ മെനി ഇയേഴ്സ് ഓഫ് വർക്ക് എക്സ്പീരിയൻസ് ഡു യു ഹാവ് വിത്ത് ക്യാമ്പയിൻസ്? എനിക്ക് ഈ ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? ഞാൻ ജസ്റ്റ് റാൻഡംലി ചെയ്യുവാണ്. ദെൻ ഹൗ മെനി ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഡു യു ഹാവ് വിത്ത് മാർക്കറ്റിംഗ്? അത് കൊടുത്തു. ദെൻ റിവ്യൂ, നെക്സ്റ്റ് ഓപ്ഷൻ റിവ്യൂ. ഇപ്പം നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന നമ്മളുടെ ആ ഒരു പേജ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനകത്ത് ചെക്ക് ചെയ്യാം, നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം റൈറ്റ് ആണോ റോങ് ആണോ എന്നുള്ളത്. ഇവിടെ ഒരു ഓപ്ഷൻ വരും, ഈ പറയുന്ന കമ്പനിയെ ഫോളോ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഫോളോ ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്യാം, ഫോളോ ചെയ്യേണ്ടെങ്കിൽ ഫോളോ ചെയ്യേണ്ട. ദെൻ ഇവിടെ സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ സബ്മിറ്റ് ആപ്ലിക്കേഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ CV ഈ പറയുന്ന കമ്പനിയുടെ മെയിൽ IDയിലേക്ക് സെൻഡ് ആവും. അവിടുന്ന് അവരത് സോർട്ട് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ അവരുടെ എന്താ പറയുക ക്രൈറ്റീരിയയുമായിട്ട് മാച്ച് ചെയ്യുന്ന പ്രൊഫൈലാണ് നിങ്ങളുടേതെങ്കിൽ ഉറപ്പായിട്ടും അവർ നിങ്ങളെ ഇന്റർവ്യൂ കോൾ ചെയ്യും. സോ അപ്പോൾ ഇങ്ങനെയാണ് ലിങ്ക്ഡിനിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി, പ്രൊഫൈൽ ഉണ്ടാക്കി, നമ്മളുടെ ജോലി ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തി നമ്മൾ ആ കമ്പനിക്ക് നമ്മളുടെ CV അല്ലെങ്കിൽ നമ്മളുടെ പ്രൊഫൈൽ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഇനി നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം. എനിക്ക് അറിയാവുന്ന വിവരങ്ങൾ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. ഇതുപോലെയുള്ള ഏതെങ്കിലും ഇൻഫർമേഷനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അത് ഏതാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ അതിനെക്കുറിച്ചും നമുക്ക് വരുന്ന വീഡിയോകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും മാസലാമ.